അയോധ്യ രാമക്ഷേത്രം മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി ബിജെപി. ദേശീയ നേതാക്കൾ കുടുംബസമേതം അയോധ്യ സന്ദർശിക്കണമെന്ന് നിർദ്ദേശം. അയോധ്യ ക്ഷേത്രത്തിന് സമീപം 13 ക്ഷേത്രങ്ങൾ കൂടി നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി സംഘപരിവാർ. പ്രതിഷ്ഠാ ചടങ്ങ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരസ്യങ്ങൾക്കായി മാധ്യമങ്ങൾക്കുൾപ്പെടെ കോടികളാണ് ബിജെപി സർക്കാർ ഒഴുക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാതി നിർമ്മാണം മാത്രം പൂർത്തിയായ അയോധ്യ രാമക്ഷേത്രം മുൻനിർത്തിയുള്ള പ്രചരണം ശക്തമാക്കുകയാണ് ബിജെപി. ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി കഴിഞ്ഞു. അയോധ്യയെ ആഗോള ആത്മീയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള വിപുലമായ പദ്ധതികളും ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് അയോധ്യയ്ക്ക് സമീപം 13 ക്ഷേത്രങ്ങൾ കൂടി നിർമ്മിക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. അവയിൽ 6 രാമക്ഷേത്ര സമുച്ചയത്തിനകത്തും 7 പുറത്തുമാണ് നിർമ്മിക്കുന്നത്. വരുന്ന 2 മാസം അയോധ്യയിലേക്ക് പരമാവധി പേരെ എത്തിക്കാനുള്ള നീക്കവും ബിജെപി തുടങ്ങിക്കഴിഞ്ഞു. ഇതിനു മുന്നോടിയായി സംസ്ഥാന ഘടകങ്ങളുടെ നേതൃത്വത്തിൽ സൗജന്യ യാത്രാ സൗകര്യവും ഭക്ഷണവും നൽകി ആളുകളെ അയോധ്യയിലേക്ക് എത്തിക്കും. ഒരു ദിവസം 50,000 പേരെ എത്തിക്കാനാണ് നിർദ്ദേശം. കൂടാതെ ബിജെപി ദേശീയ നേതാക്കൾ കുടുംബസമേതം അയോധ്യ സന്ദർശിക്കും. അതേസമയം അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ മാധ്യമങ്ങൾക്കുൾപ്പെടെ പരസ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാരും ബിജെപി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും ചെലവഴിച്ചത് കോടികളാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അന്നേ ദിവസം എല്ലാ ദേശീയ മാധ്യമങ്ങളും അവരുടെ ഭൂരിഭാഗം പേജുകളും മാറ്റിവെച്ചത് അയോധ്യ വാർത്തകൾക്കും മോദി സ്തുതികൾക്കും വേണ്ടിയായിരുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ദില്ലി എഡിഷനിൽ ആകെയുള്ള 22 പേജിൽ 13 പേജും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിൽ ആകെയുള്ള 18-ൽ 8 പേജും രാമക്ഷേത്ര പരസ്യമായിരുന്നു. 24 പേജിൽ 11 പേജിലും മോദിയെ വാഴ്ത്തി ടൈംസ് ഓഫ് ഇന്ത്യ ബിജെപിയുടെ നോട്ടീസായി മാറി. ടെലഗ്രാഫ് ദിനപത്രം ഉൾപ്പെടെ ചുരുക്കം ചില ദേശീയ പത്രങ്ങൾ മാത്രമാണ് ബാബറി മസ്ജിദ് പൊളിച്ചു പടുത്തുയർത്തിയ ക്ഷേത്ര നിർമ്മാണത്തിന്റെ അനീതി തുറന്നുകാട്ടിയത്. കൈരളി ന്യൂസ്, ദില്ലി.